എന്തിനു വേണ്ടിയാണ് ഈ ജില്ലാ സമ്മേളനം വിളിച്ചു ചേർത്തെന്ന് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സനാതനധർമ്മ സംഘം സംഘടന രൂപീകൃതമായി ഏകദേശം 3 വർഷക്കാലമായി. കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ സംഘടനയുടെ 14 ജില്ലകളിലെ വിവിധങ്ങളായ താലൂക്കുകളിൽ നിന്നും പഞ്ചായത്ത് ഭാരവാഹികളിൽ നിന്നും അവങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകളുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ ചിന്തയിലും ഊന്നിയ ഒരു ബൃഹത്തായ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സനാതനധർമ്മ സംഘം സംഘടന രൂപീകരിച്ചത്. ഇവിടെ ഞാനും അതുപോലെ തന്നെ അധ്യക്ഷവേദിയിലിരിക്കുന്ന ഓരോരുത്തരും അതുപോലെ നിങ്ങളെല്ലാവരും നമ്മുടെ സംഘടനയിലെ മെമ്പർമാരാണ്. മെമ്പർമാരാകാത്തവർ എത്രയും വേഗം അതിനു വേണ്ടുന്ന രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സംഘടന രൂപീകരിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് കോവിഡ് കാലഘട്ടമായിരുന്നു. ഈ സംഘടനയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് മാസവരിസംഖ്യയോ അല്ലെങ്കിൽ വരിസംഖ്യയോ ഇല്ലാതെ ഏതൊരു മനുഷ്യനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് എൻ്റെയും അതുപോലെ തന്നെ അധ്യക്ഷവേദിയിലിരിക്കുന്ന ഭാരവാഹികളുടെയും അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബ ഭദ്രത, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നാളിതുവരെ നടന്നിട്ടുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന പലരും കഴിഞ്ഞ 3 വർഷക്കാലമായി വിവിധങ്ങളായ ആയില്യ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ നടക്കുന്ന ഈ സംഘടനയിലൂടെ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ സംഘടന രൂപീകരിക്കുമ്പോൾ രൂപീകരിച്ച് ആദ്യം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ഓൺലൈനിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ കേരളം അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യം മാറിയപ്പോൾ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടച്ച് ഫോൺ സംവിധാനം ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ സംഘടനയിൽപ്പെട്ട 14 ജില്ലകളിൽ നിന്നും ഭാരവാഹികളുടെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ സംഘടനയിലെ 36ഓളം കുട്ടികൾക്ക് നമ്മൾ ഈ ഫോണുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതെങ്ങനെയാണ് ആ കുട്ടികളെ സെലക്ട് ചെയ്തത് എന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു ജില്ലാ കമ്മിറ്റി ആ കുട്ടിയുടെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററുടെയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകയുടെയോ കൃത്യമായ ലെറ്റർ, ഈ കുട്ടി ഇതിന് അർഹതയുള്ളതാണ് എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി അത് ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തുകൊണ്ട് അത് വളരെ കൃത്യതയോടെ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരത്തിൽ 36 കുട്ടികൾക്ക് നമ്മൾ അന്ന് ഏകദേശം 5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന രീതിയിൽ അത് നമ്മൾ നടപ്പിലാക്കിയത്. 36 കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 3 അധ്യയന വർഷങ്ങൾ പിന്നിട്ടു. ഓരോ അധ്യയന വർഷത്തിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട 600ഓളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠന കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ഒരു പഠന കിറ്റിന് ഏകദേശം ഒരു 2000 രൂപയോളം വില വരുന്ന പഠന കിറ്റാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അർഹരായ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒട്ടേറെ പഠിക്കുവാൻ ആവശ്യമായ വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ഗുരുനാഥൻ. മറ്റൊരു കാര്യം ഈ സംഘടനയിലൂടെ ഗുരുനാഥൻ വാഗ്ദാനം ചെയ്തു. ആ ഗുരുനാഥൻ വാഗ്ദാനം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയിൽപ്പെട്ട ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയുന്ന ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പൈസ ഇല്ല എങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള കോളേജുകളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഉന്നത നിലവാരത്തിലുള്ള കോളേജുകളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫീസ്, ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആകണമെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ചിലവ് ക്ഷേത്രം വഹിക്കും എന്ന് ഗുരുനാഥൻ പറയുകയുണ്ടായി. അതിൽ ഗുരുനാഥൻ നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത്, അത്തരത്തിലൊരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ
അതിപ്പോൾ 15 ലക്ഷമായാലും 20 ലക്ഷമായാലും നമ്മുടെ ക്ഷേത്രം അത് വഹിക്കുമ്പോൾ ആ കുട്ടിയോട് നമ്മൾ അവരുടെ മാതാപിതാക്കളോട് ഗുരുനാഥൻ പറയുന്നത്, നമ്മുടെ സംഘടനയിൽപ്പെട്ട ഈ കുട്ടി ഉയർന്ന വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഡോക്ടറോ എഞ്ചിനീയറോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അർഹമായ ശമ്പളവും മറ്റ് കാര്യങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ ആ കുട്ടി നമ്മുടെ സംഘടനയിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയെ ഇതുപോലെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉപാധിയോടുകൂടിയാണ് നമ്മളത് ഗുരുനാഥൻ ആ കാര്യം പ്രഖ്യാപിച്ചത്. അതിനുശേഷം നമുക്കറിയാം, ഗുരുനാഥൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു 3-4-5 മാസങ്ങൾക്ക് മുമ്പ് ഗുരുനാഥൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ഏറ്റവും 14 ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ വീട് പണി കഴിയാത്ത ആളുകൾക്ക് ആ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ, അങ്ങനെ 14 ജില്ലയിൽ നിന്നും 14 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് 50,000 രൂപ വീതം ധനസഹായം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തു. അതുമാത്രമല്ല, അന്നേ ദിവസം ഗുരുനാഥൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഒരു കുടുംബത്തിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ ഉൾപ്പെടെ നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടനയിലൂടെ നമ്മൾ ചെയ്തു വരികയാണ്. ഗുരുനാഥൻ ഈ സംഘടനയിലൂടെ ഉദ്ദേശിക്കുന്നത് വരും നാളുകളിൽ സ്കൂളുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, നഴ്സിംഗ് കോളേജുകളൊക്കെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ സമീപ ഭാവിയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം ആധികാരികമായി ഗുരുനാഥൻ പറയുന്നത്, നമ്മുടെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത്, അവർക്ക് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ രേഖ എന്ന് പറയുന്നത് SDS-ന്റെ അംഗത്വ കാർഡാണ്. ഇവിടെ ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കോർഡിനേറ്ററും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ കൃത്യതയോടുകൂടി എല്ലാ താലൂക്ക് ഭാരവാഹികളുമൊക്കെ ഗ്രൂപ്പുകളിൽ നിരന്തരമായി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അംഗത്വ കാർഡ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് അംഗത്വ കാർഡ് എടുക്കണം. കാരണം സമീപ ഭാവിയിൽ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഈ സംഘടനയുടെ വളർച്ച ഉണ്ടാവാൻ പോവുകയാണ്. ആ സമയത്ത് കാർഡ് എടുക്കുമ്പോൾ അതിൻ്റെതായ പരിഗണന ലഭിക്കില്ല. കാരണം അതിൻ്റെ സീനിയോറിറ്റിയൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് ഗുരുനാഥൻ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ആരെങ്കിലും ഇനി കാർഡുകൾ എടുക്കാത്തവരുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ വന്നിട്ടുള്ള മേഖലയിൽ ആരെങ്കിലും അംഗത്വ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം അവർ അംഗത്വ കാർഡ് എടുക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കണം. അത് ഓൺലൈനായിട്ട് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. ഒപ്പം തന്നെ അതിന് കഴിയുന്നില്ല എങ്കിൽ അതാത് താലൂക്കുകളിലോ പഞ്ചായത്തുകളിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ അത് കൃത്യതയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇത്രയുമാണ് എനിക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വളരെ വിശദമായ രീതിയിൽ നമ്മൾ എന്താണ് നമ്മുടെ ജീവിത രീതിയെ സംബന്ധിച്ചും ജാതകത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും ഗുരുനാഥൻ്റെ ആശയം ഇവിടെ നിങ്ങളോടുമായി പങ്കുവെക്കുകയുണ്ടായി. ഇവിടെ കഴിഞ്ഞ ആയില്യത്തിന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കുടുംബം ഗുരുനാഥൻ്റെ അടുത്ത് കുറേ പരാതികളുമായി വരികയാണ്. അപ്പോൾ ആ കുടുംബം പറയുന്നത് 10 വർഷമായി അവരുടെ മകൾക്ക് കല്യാണം കഴിച്ച് മകൾക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമമാണ് അവർ പറഞ്ഞത്. നമ്മുടെ ഈ ജില്ലയിൽ ഒരുപാട് അനുഭവങ്ങളുള്ള വേറെ കുടുംബങ്ങളുണ്ട്. അതായത് 15 വർഷമായി കുട്ടികളില്ലാത്ത ആ കുടുംബം അവിടെ വന്ന് വഴിപാടുകളും ആവാഹന പൂജയിലും പങ്കെടുത്തപ്പോൾ അവർക്ക് 6 മാസത്തിനുള്ളിൽ അവർക്ക് കുഞ്ഞ് ലഭിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറഞ്ഞ ഭാരവാഹികൾ നമ്മുടെ ജില്ലയിലുണ്ട്. അപ്പോൾ ഇവരുടെ ആവാഹന പൂജയെ സംബന്ധിച്ചൊക്കെ ഗുരുനാഥൻ്റെ അവിടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുത്തോ? മറുപടി ഒന്നും ഇല്ല. കാരണം എന്താ? ആവാഹന പൂജയ്ക്ക് 56,000 രൂപ വരും. ഇപ്പോൾ ശിഷ്യന്മാരും അതുപോലെ തന്നെ ശിഷ്യകളും പഠിച്ച ശിഷ്യന്മാരും ശിഷ്യകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളോട് ആവാഹന പൂജ ചെയ്യുവാൻ പറയുന്നുണ്ട്. ആവാഹന പൂജ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ആവാഹന പൂജ പങ്കെടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അപ്പോൾ ശിഷ്യന്മാരോടും ശിഷ്യകളോടും പറയും, ഞങ്ങൾക്കിപ്പോൾ അതിനുള്ള അത്ര പൈസയില്ല, അതുകൊണ്ട് താൽക്കാലികമായി എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു തരാൻ പറയും. അപ്പോൾ ആ വഴിപാട് ചിലപ്പോൾ 5,000 രൂപയുടെ അല്ലെങ്കിൽ 10,000 രൂപയുടെ വഴിപാട് പറയുമ്പോൾ അവർ സ്വാഭാവികമായും 56,000 അടയ്ക്കണമല്ലോ. 10,000 അടച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെങ്കിൽ അത് മതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഭൂരിഭാഗം ഭക്തരിലെ ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ തെളിച്ചു കൊടുക്കൽ പൂജ 10,000 രൂപ വരുന്ന പൂജയാണ് അവർ നടത്തുന്നത്.
അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുക്കൂ, ആ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ എത്തിയ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നിരവധിയായ വഴിപാടുകളുണ്ട്. ശിഷ്യന്മാരും ശിഷ്യകളും നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ, വഴിപാടുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു റിസൾട്ട് അതിൻ്റെ വെളിച്ചത്തിൽ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ താൽക്കാലികമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. പക്ഷേ അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ ഗുരുനാഥൻ പറയുന്നുണ്ട്, ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 1, പിതൃപ്രീതി വരുത്തണം. 2ാമതായി വാസ്തു ശരിയാക്കണം. 3ാമത് ധർമ്മദേവതാ പ്രീതി വരുത്തണം. 4ാമത് ആവാഹന പൂജ ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ചെയ്യാൽ തീർച്ചയായും നമുക്ക് വളരെ അസന്നിഗ്ധമായി പറയാൻ സാധിക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ രക്ഷപ്പെടുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം എന്താണ്? ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന ഭാരവാഹികൾ എല്ലാവരും, ഭൂരിഭാഗം പേരും ആവാഹന പൂജ കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ എനിക്കിവിടെ എത്തിയ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ആവാഹന പൂജയിൽ പങ്കെടുത്താൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് ആവാഹന പൂജ. അപ്പോൾ ആവാഹന പൂജയിലേക്ക് വരുവാൻ ഉള്ള മാർഗങ്ങളും ഗുരുനാഥൻ പറയുന്നുണ്ട്. കാരണം എന്താണ്? ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു ചരട് മേടിച്ചാൽ 27 ദിവസം കഴിഞ്ഞാൽ, 27 ദിവസത്തേക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ആ 27 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഏലസ് മേടിച്ചാൽ, ഗണപതി ഏലസ് മേടിച്ചാൽ കൃത്യമായി 1.5 വർഷക്കാലം വരെ ആ ഗണപതി ഏലസിനെ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ആ ഗണപതി ഏലസിൻ്റെ പൂജകളുണ്ട്, കൃത്യമായി എല്ലാ മാസം ചെയ്യേണ്ട പൂജകളുണ്ട്. ആ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി ആവാഹന പൂജ ചെയ്യുവാനുള്ള പൈസ നിങ്ങൾക്ക് ഭഗവാൻ ഉണ്ടാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ ആവാഹന പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തൂ എന്ന് ഗുരുനാഥൻ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ ഓരോ ദിവസവും ആയില്യത്തിനും അതുപോലെ തന്നെ മറ്റ് വിശേഷങ്ങൾക്കും ക്ഷേത്രത്തിൽ വെച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുടെ കുടുംബ ഭദ്രതയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളതിലേക്ക് വരണം, കടന്നു വരണം. മറ്റ് ഇതൊന്നും നോക്കരുത്. നിങ്ങൾ അതിലേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുമെന്നാണ് എനിക്ക് ആവാഹന പൂജയെ സംബന്ധിച്ച് നിങ്ങളോട് പറയുവാനുള്ളത്. ഗുരുനാഥൻ ധാരാളം വീഡിയോസ്, യൂട്യൂബിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. എത്ര പേര് ഗുരുനാഥൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്ഥിരമായി ഗുരുനാഥൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും അത് വീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഗുരുനാഥൻ്റെ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ, പ്രധാനമായിട്ടും പ്രേതബലി എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് ഗുരുനാഥൻ പറയുന്നുണ്ട്. ഇവിടെ എത്ര പേര് അത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വന്നിരിക്കുന്നതിൽ ആരെങ്കിലും പ്രേതബലി എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടോ? 2 പേര് ചെയ്യുന്നുണ്ട്. 4 പേര് ചെയ്തിട്ടുണ്ട്. 5. അപ്പോൾ പ്രേതബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു വീട്ടിൽ ഒരു അരമണിക്കൂർ നേരത്തെ കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ സുഹൃത്ത്, ഇരിഞ്ഞാലക്കുടയിലുള്ള സുഹൃത്ത് ഇന്ന് വന്നിട്ടില്ല. ആ സുഹൃത്ത് അദ്ദേഹം, ഞാനൊക്കെ ഒരുപാട് ഈ ജ്യോതിഷ വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ്. പക്ഷേ എവിടെയും നമുക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാത്തത് കൊണ്ട് നമ്മുടെ ഈശ്വരഗീതം കൊണ്ടും അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കരകയറുന്നതിനുള്ള ഒരു വഴി ഗുരുനാഥൻ കാണിച്ച് നമ്മൾ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിരവധിയായ സ്ഥലങ്ങളിൽ ലക്ഷങ്ങൾ കണക്കിന് രൂപ ചെലവാക്കി ഒരു പ്രയോജനം ലഭിക്കാതെ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഓഫീസിൽ വരികയുണ്ടായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുനാഥൻ്റെ ഈ പ്രേതബലി എന്ന് പറഞ്ഞ, അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടി രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്, നേരം വെളുക്കുന്നവരെ കരയും. വീട്ടിലൊരാൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അത് ഒരു വർഷങ്ങളായിട്ടുള്ള ആ കുട്ടി ഫിസിക്കലി ഒരു ചെറിയ കുഴപ്പങ്ങളുണ്ട്. എന്ത് ചെയ്താൽ കരച്ചിൽ തീർത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലമുണ്ട് പേരമംഗലത്തെ, അവിടെ നാഗരാജ ക്ഷേത്രമുണ്ട്, മറ്റ് 26 ദേവതകളുണ്ട്. നിങ്ങൾ അവിടുത്തെ ഗുരുനാഥനെ കണ്ടു കഴിഞ്ഞ് ഈ ആവാഹന പൂജയിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ഈ കാര്യം ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഒരു സ്ഥലത്തേക്കില്ല, അതിൻ്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചു, എൻ്റെ എല്ലാ പൈസയും പോയി, ഇനി ഞാൻ ആ പരിപാടിക്ക് ഇല്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു കാര്യം പറയാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സോടെ പറഞ്ഞു, അത് ചെയ്യാം, പ്രേതബലി എന്ന് പറയുന്ന ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഇരിഞ്ഞാലക്കുട ഒരു ഹൗസിംഗ് കോളനിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രേതബലി എന്ന് പറഞ്ഞ ഈ വഴിപാട് എന്നിങ്ങനെയാണ് പ്രേതബലി ചെയ്യുക. അന്നത്തെ ദിവസം ആ ചെയ്യുന്ന ആൾ വീട്ടിൽ ആണിനോ പെണ്ണിനോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ദേഹശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിൽ. അപ്പോൾ ആ പ്രേതബലി ചെയ്യുമ്പോൾ വൈകുന്നേരം വെച്ച ചോറാവണം എന്ന് ഗുരുനാഥൻ പറയുന്നുണ്ട് വീഡിയോയിൽ.
വൈകുന്നേരം ഒരു പിടി അരി കഴുകി അത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് അത് വേവിച്ച് ആ ഒരു പിടി ചോറ്, ആ ഒരു പിടി ചോറ് ഉരുള ഉരുട്ടി ഒരു ചീറ്റലയിൽ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമഃശിവായ എന്ന മന്ത്രം 3 തവണ ചൊല്ലി നമ്മുടെ 7 തലമുറയിലുള്ള പിതൃക്കളും അതുപോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാട്ടോളി പറമ്പോളി എന്ന് പറയുന്ന പ്രേതാത്മാക്കൾ, ഒപ്പം തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സർപ്പങ്ങൾ, ഇത്രയും പേര് സന്തോഷിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ഇലയിൽ ഒരു ഉരുള ചോറുരുട്ടി അതിൽ എണ്ണ മുക്കാത്ത ഒരു തിരി അതിൻ്റെ മുകളിൽ വെച്ച് അത് കത്തിച്ച് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് 3 തവണ ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞ് ഇത് തെക്ക് കിഴക്കേ മൂലയിൽ തെക്കോട്ട് തിരിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ വലത് ഭാഗത്തായി 3 ഒറ്റ രൂപ നാണയം വയ്ക്കാനായിട്ട് സാറ് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് 3 ദിവസം അടുപ്പിച്ച് ചെയ്ത് ആ ചെയ്യുന്ന സമയം വൈകുന്നേരം 7 മണി മുതൽ 9 മണിക്കുള്ളിൽ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോകാൻ പാടില്ല രാത്രി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ ചോറ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ഒന്നല്ലെങ്കിൽ അത് ജലാധിവാസം ചെയ്യുക എന്ന് സങ്കല്പിച്ച് അത് തെങ്ങിൻ്റെ കടയ്ക്ക് അല്ലെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അടുത്ത് പുഴയുണ്ടെങ്കിൽ അതിൽ കൊണ്ട് കളയാം. ഈ 3 നാണയം കഴുകിയിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറ്റാതെ പുറത്ത് അരമതിലിൽ വയ്ക്കുക. നിങ്ങൾ 3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. 4-മത്തെ ദിവസം കൃത്യമായി ഈ നാണയങ്ങൾ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ട് ഭണ്ഡാരത്തിലിടുക. ഈ ചെയ്യുന്ന 3 ദിവസം നമ്മുടെ പേരമംഗലത്തെ മഹാദേവൻ്റെ അവിടെ ധാരാവിളക്ക്, പിൻവിളക്ക്, കൂവളമാല, വെള്ള നിവേദ്യം ഈ വഴിപാട് ചെയ്യുക. നമ്മുടെ തറവാട്ട് പേരിൽ കൂട്ടനമസ്കാരം ചെയ്യുക. മരിച്ച ആളുടെ ജനിച്ച നാളിൽ പിതൃനമസ്കാരം തുടങ്ങിയ നടത്തുക. ഇതാണ് ഗുരുനാഥൻ പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനൊക്കെ എല്ലാ മാസം ചെയ്യുന്ന ആളാണ്. എല്ലാ മാസവും 3 ദിവസം അടുപ്പിച്ചത് ചെയ്യുന്ന ആളാണ്. ഈ ഇത് കൃത്യമായി അദ്ദേഹം ചെയ്തു. അദ്ദേഹം ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ ഉണ്ടായ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ആ വഴിയിൽ ചുരുങ്ങിയതൊരു 50 പട്ടികൾ രാത്രി 8 മണി കഴിഞ്ഞാൽ കുറയ്ക്കായിരുന്നു. പട്ടികൾ എവിടേക്കാണ് പോയെന്നറിയില്ല. അന്ന് ചെയ്തോടുകൂടി പിന്നെ പട്ടികളൊക്കെ ആ പ്രദേശം വിട്ടുപോയി. പിന്നെ പട്ടികൾ ഒരെണ്ണം കുറച്ചിട്ടില്ല. അടുത്തുള്ള വീട്ടിൽ, തൊട്ടടുത്ത വീട്ടിൽ ഒരമ്മയും മകനും തമ്മിൽ ഡെയിലി അടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ ഒരു 12 മണി വരെ അവിടെ അടിയും വഴക്കും തെക്കും തിരക്കും ബഹളമാണ്. ഇതെല്ലാം നിന്നു. സീത എന്താണ് ഇവിടെ ഒരു പ്രേതബലി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാര്യം ചെയ്തുള്ളൂ. അപ്പം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഗുരുനാഥൻ്റെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് സ്ഥിരമായി സാറിൻ്റെ ഫോളോവറാണ്. അപ്പം ഞാനിത് പറഞ്ഞത് ഗുരുനാഥൻ യൂട്യൂബ് വീഡിയോസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഗുരുനാഥൻ ടെസ്റ്റ് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിലൂടെ ഗുരുനാഥൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. വീട്ടിലെ വിളക്ക് കൊളുത്തുന്ന കാര്യമായാലും മറ്റു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ സംഘടനയുടെ ഭാരവാഹികളൊക്കെ വേദിയിലുണ്ട്. 10 മിനിറ്റ് സമയമാണ് ഞാൻ സംസാരിക്കേണ്ടത്. കുറച്ച് സമയം കൂടുതലെടുത്തു. അത് യാദൃശ്ചികമായി വന്നു പോയതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. വിഘ്നേശ്വരാ പ്രഭോ, 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 വിഘ്നേശ്വരാ പ്രഭോ. കരങ്ങളാൽ വിളങ്ങും മഹാപ്രഭോ, സർവാഭീഷ്ടദായകനെ പ്രണവമല ഗണപതേ. 11 തൃക്കരങ്ങളാൽ വിളങ്ങും മഹാപ്രഭോ, സർവാഭീഷ്ടദായകനെ പ്രണവമല ഗണപതേ. വിഘ്നേശ്വരാ പ്രഭോ, 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 വിഘ്നേശ്വരാ പ്രഭോ.
വിളിക്കുന്ന നിമിഷങ്ങളൻ വിഘ്നം കേരമൂടായുന്ന പോലെ ചെയ്താറുന്നു. നിന്നെ വിളിക്കുന്ന നിമിഷങ്ങളൻ വിഘ്നം കേരമൂടായുന്ന പോലെ ചെയ്താറുന്നു. വിഘ്നേശ്വര പ്രഭോ 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 ഹോമം നടത്തി ഞാൻ അക്ഷതാമൊഴിയുമ്പോൾ ഹോമം നടത്തി ഞാൻ അക്ഷതാമൊഴിയുമ്പോൾ കാമിനി നിറയുന്നു എൻ ഭവനത്തിലാഹോ കാമിനി നിറയുന്നു എൻ ഭവനത്തിലാഹോ വിഘ്നേശ്വര പ്രഭോ 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 നാരങ്ങമാല ഞാൻ നിന്നിൽ ചാത്തിടുമ്പോൾ നാരങ്ങമാല ഞാൻ നിന്നിൽ ചാത്തിടുമ്പോൾ ഉന്നതി നിറയുന്നു എൻ ജീവ വഴികളിൽ ഉന്നതി നിറയുന്നു എൻ ജീവ വഴികളിൽ വിഘ്നേശ്വര പ്രഭോ 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 ആയുധ സമർപ്പണം ഞാൻ നടത്തിയിടുമ്പോൾ ആയുധ സമർപ്പണം ഞാൻ നടത്തിയിടുമ്പോൾ ശത്രുക്കളൊതുങ്ങുന്നു എൻ ജീവ വഴികളിൽ ശത്രുക്കളൊതുങ്ങുന്നു എൻ ജീവ വഴികളിൽ വിഘ്നേശ്വര പ്രഭോ 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 അഭിഷേകങ്ങൾ ഞാൻ നിന്നിൽ നടത്തുമ്പോൾ അഭിഷേകങ്ങൾ ഞാൻ നിന്നിൽ നടത്തുമ്പോൾ സമൃദ്ധി നിറയുന്നു എൻ ജീവ വഴികളിൽ സമൃദ്ധി നിറയുന്നു എൻ ജീവ വഴികളിൽ വിഘ്നേശ്വര പ്രഭോ വിഘ്നേശ്വര പ്രഭോ
വിഘ്നേശ്വര പ്രഭു വിഘ്നേശ്വര പ്രഭു വിഘ്നേശ്വര പ്രഭു വിഘ്നേശ്വര പ്രഭു വിഘ്നേശ്വര പ്രഭു വിഘ്നേശ്വര പ്രഭു ദുഃഖദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യ. ദുഃഖദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. ദുഃഖദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യ. ദുഃഖദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു പാടില്ല ഇതു പാടില്ല എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. അരുതേ അരുതേ അതു പാടില്ല ഇതു പാടില്ല എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. ദുഃഖദുരിതങ്ങൾ പേറി ജീവിതകാലം കഴിക്കുന്നു മർത്യ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു പാടില്ല ഇതു പാടില്ല എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. ശാസ്ത്രങ്ങൾ പ്രത്യയ ശാസ്ത്രങ്ങളെല്ലാം ഇതുതന്നെയല്ലേ ചൊല്ലൂ. ശാസ്ത്രങ്ങൾ പ്രത്യയ ശാസ്ത്രങ്ങളെല്ലാം ഇതുതന്നെയല്ലേ ചൊല്ലൂ. ജീവിതം വഴിമാറിപ്പോകുന്ന നേരം ജീവനൊടുക്കുന്നു മർത്യ. ജീവിതം വഴിമാറിപ്പോകുന്ന നേരം ജീവനൊടുക്കുന്നു മർത്യ. ദുഃഖദുരിതങ്ങൾ പേറി ജീവിതകാലം കഴിക്കുന്നു മർത്യ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു
ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. മഹർഷിമാർ ജീവിത തപസ്യയിൽ നിന്നും കണ്ടെത്തി നൽകിയ മൂല്യങ്ങൾ തേടി യാത്ര തുടർന്നാൽ ജയിക്കാം. യാത്ര തുടർന്നാൽ ജയിക്കാം. ജീവിത യാത്ര തുടർന്നാൽ ജയിക്കാം. മഹർഷിമാർ ജീവിത തപസ്യയിൽ നിന്നും കണ്ടെത്തി നൽകിയ മൂല്യങ്ങൾ തേടി യാത്ര തുടർന്നാൽ ജയിക്കാം. യാത്ര തുടർന്നാൽ ജയിക്കാം. ജീവിത യാത്ര തുടർന്നാൽ ജയിക്കാം. കാലം കഴിക്കുന്നു മർത്യർ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു പാടില്ല, ഇതു പാടില്ല, എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. കപടമാം ദൈവിക വഴികൾ കളഞ്ഞിട്ട് എത്താം നമുക്കീ ഭൂവിൽ. കപടമാം ദൈവിക വഴികൾ കളഞ്ഞിട്ട് എത്താം നമുക്കീ ഭൂവിൽ. ഭൂമി തന്നധിപതിയായി വാണിടുന്ന നാഗദേവത തൻ്റെ മുന്നിൽ. ഭൂമി തന്നധിപതിയായി വാണിടും നാഗദേവത തൻ്റെ മുന്നിൽ. പേരമംഗലത്തപ്പൻ തൻ്റെ മുന്നിൽ. പേരമംഗലത്തപ്പൻ തൻ്റെ മുന്നിൽ. ജീവിത കാലം കഴിക്കുന്നു മർത്യർ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു പാടില്ല, ഇതു പാടില്ല, എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. ഏതൊരു മർത്യനും ഈശ്വരൻ നൽകിയ ജീവിത സൗഭാഗ്യം നുകരാം. ഏതൊരു മർത്യനും ഈശ്വരൻ നൽകിയ ജീവിത സൗഭാഗ്യം നുകരാം. മതനിയമങ്ങൾ കാറ്റിൽ പറത്തി നമുക്കീ ഭൂവിൽ വാഴാം. മതനിയമങ്ങൾ കാറ്റിൽ പറത്തി നമുക്കീ ഭൂവിൽ വാഴാം. ഒന്നു ചേരാമെന്നും സൗഹാർദ്ദമോടെ ഈ
ജീവിതമാടി തീർക്കാം. ഒന്നു ചേരാമെന്നും സൗഹാർദ്ദമോടെ ഈ ജീവിതമാടി തീർക്കാം. ദുഃഖദുരിതങ്ങൾ പേറി ജീവിതകാലം കഴിക്കുന്നു മർത്യർ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ അതു പാടില്ല, ഇതു പാടില്ല, എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴും.